സ്വർണം ഡിസ്കിന്റെ രൂപത്തിലാക്കി വെജിറ്റബിൾ ചോപ്പറിനുള്ളിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമം. കരിപ്പൂർ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 1.67 കോടി രൂപയുടെ സ്വർണം പിടികൂടി. കൂടാതെ ശരീരം മറയ്ക്കൽ, പാൻസ്, ടീഷർട്ടുകൾ എന്നിവയ്ക്കുള്ളിലെ തുണിഷീറ്റുകൾ പോലെയുള്ള പരമ്പരാഗത രീതികളിലൂടെയും കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണം കടത്താൻ ശ്രമിച്ചത് കസ്റ്റംസ് പിടികൂടി. ഇത്തരം കള്ളക്കടത്ത് രീതികൾ തടഞ്ഞാണ് എയർ കസ്റ്റംസ് കോടികൾ വരുന്ന സ്വർണം പിടിച്ചെടുത്തത്. ദുബായിൽ നിന്നെത്തിയ കണ്ണൂർ സ്വദേശിനിയായ യാത്രക്കാരിയിൽ നിന്ന് 80.78 ലക്ഷം രൂപയുടെ സ്വർണവും മലപ്പുറത്തെ ഒരു യാത്രക്കാരിൽ നിന്ന് 54.56 ലക്ഷം രൂപയുടെ സ്വർണവും റാസൽ ഖൈമയിൽ നിന്നും ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള സ്വർണം ശരീരത്തിൽ മറച്ചു കടത്താൻ ശ്രമിച്ചതും പിടിച്ചു. ദോഹയിൽ നിന്നെത്തിയ താമരശ്ശേരി സ്വദേശിയായ യാത്രക്കാരന്റെ ചെക്ക് ഇൻ ബാഗിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന 5 പാൻറ്റുകളിലും ഒരു ടീഷർട്ടിനുള്ളിലും ഒളിപ്പിച്ച 6 തുണി ഷീറ്റുകളിൽ ഒട്ടിച്ച് 16.1 ലക്ഷം രൂപ വിലമതിക്കുന്ന 225 ഗ്രാം സ്വർണം കടത്താനുള്ള ശ്രമവും പിടിക്കപ്പെട്ടു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ദുബായിൽ നിന്നെത്തിയ കാസർഗോഡ് സ്വദേശിയായ ഒരു യാത്രക്കാരൻ വെജിറ്റബിൾ ചോപ്പറിനുള്ളിൽ ഒളിപ്പിച്ച 16.8 ലക്ഷം രൂപ വിലമതിക്കുന്ന 232 ഗ്രാം സ്വർണവും കടത്തൽ എയർ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരാജയപ്പെടുത്തി. മസ്കറ്റിൽ നിന്നെത്തിയ കാസർഗോഡ് സ്വദേശികളായ 2 യാത്രക്കാരിൽ നിന്ന് 3.6 ലക്ഷം രൂപ വിലമതിക്കുന്ന 30,000 ഗോൾഡ് ഫ്ലേക്ക് ബ്രാൻഡ് സിഗരറ്റ് പിടികൂടിയ സംഭവം എയർ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.